എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒളുവെടുക്കുക എന്ന് പറയുന്നത്, ഒളുവ് ചെയ്യുക എന്ന് പറയുന്നത് കളിയല്ല. എന്തിനാ ഒളുവെടുക്കുന്നത്? നമുക്ക് ആർക്കും അറിയാത്ത ചില കാര്യങ്ങൾ പഠിക്കണം. എന്റെ പ്രിയമുള്ളവരെ, ഒളുവെന്ന് പറഞ്ഞാൽ കളിയല്ല മോനെ. ഒളുവെടുക്കേണ്ടത് കളിച്ചുകൊണ്ടല്ല, തമാശയല്ല. മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ ഒളുവെടുക്കുകയാ. ഒളുവെടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ കണ്ണിലൂടെ കണ്ണുനീര് ഒഴുകുകയാണ്. അവിടുന്ന് കരയുകയാണ്. അവിടുത്തെ നിറം പോലും മാറിപ്പോവുകയാണ്. ശരീരമങ്ങ് കരിനീലിക്കുകയാ. പടച്ചവനെ, ഒളുവെടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ വല്ലാത്ത കരച്ചല. മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു തആല അൻഹുവിനോട് അവിടുന്ന് ചോദിക്കുന്നു, തങ്ങളെ എന്തിനാ ഇങ്ങനെ കരയുന്നത്? ഒളുവെടുക്കുന്ന സമയത്ത് എന്തിനാ കരയുന്നത്? സുഫിയാൻ സൗരി തങ്ങൾ ചോദിച്ച ചോദ്യം എന്തെന്നറിയുവോ? 40-50 വയസ്സുള്ള വാപ്പാ, ഇന്ന് വരെ എനിക്കോ നിങ്ങൾക്കോ തോന്നിയിട്ടുണ്ടോ? മഹാനവറുകൾ അവിടെന്ന് ചോദിക്കുകയാണ്, ഞാൻ ഒളുവെടുക്കുന്നത് എന്തിനെന്നറിയുമോ? അല്ലാഹനെ കാണാനാ. എന്തിനാടാ ഒളുവെടുക്കുന്നത്? എന്തിനാ ഒളുവെടുക്കുന്നത്? അല്ലാഹനെ കാണാനല്ലേ, അല്ലാഹനെ കാണാനല്ലേ. അല്ലാഹുടെ മുന്നിൽ പോയി നിൽക്കുന്നതിന് വേണ്ടിയല്ലേ ഒളുവെടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കിടന്ന് കരയുന്നത്. അതുകൊണ്ടാണ് എന്റെ കൈകാലുകൾ വിറയ്ക്കുന്നതെന്ന് പറയുമ്പോ, ഒളുവെന്ന് പറഞ്ഞ കളിയല്ല, ഒളുവെന്ന് പറഞ്ഞ തമാശയല്ല, അത് ധൃതി കാണിക്കേണ്ട കാര്യമല്ല. ഇമാം ഗസാലി തങ്ങൾ പറയുകയാ, ഈമാനുള്ള മനുഷ്യനെ കാണണോ? താടിയിലല്ല, തഴമ്പിലല്ല, ഇട്ടിരിക്കുന്ന വസ്ത്രത്തിലല്ല. ഈമാനുള്ള ഒരു മനുഷ്യനെ കാണണമെന്ന് കൊതിയുണ്ടോ? മഹാനായ ഇമാം ഗസാലി തങ്ങൾ പറയുകയാ, പള്ളിയിൽ ഒളുവെടുക്കുന്ന സ്ഥലത്ത് പോയി നോക്ക് ചെറുപ്പക്കാരാ. ഏതെങ്കിലും ഒരു മനുഷ്യർ സമാധാനത്തോടുകൂടി സൂക്ഷ്മതയോടുകൂടി ഒളുവെടുക്കുന്നത് കണ്ട ആ മനുഷ്യൻ ഈമാനുള്ളതിന്റെ അടയാളമാ. സമാധാനത്തോടുകൂടി സൂക്ഷ്മതയോടുകൂടി ആരെങ്കിലും ഒരു മനുഷ്യർ ഒളുവെടുക്കുന്നത് കണ്ട അവൻ ഈമാനുള്ളവനാണ്, അവൻ ഈമാനുള്ളതിന്റെ അടയാളമാണ്. അതുകൊണ്ട് പെങ്ങളെ, ഒളുവെടുക്കുന്ന സമയത്ത് ധൃതി കാണിക്കല്ലേ, അലംഭാവം കാണിക്കല്ലേ. ചെറുപ്പക്കാരാ, മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് ഒളുവെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് മുത്തുനബിക്ക് കാണിച്ചു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകർ സഹാബത്തിനോട് പറഞ്ഞു, സഹാബാ, ഒളുവെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിക്കൂ സഹാബാ. ഒളുവെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിക്ക്. അല്ലാഹുവിന്റെ റസൂല് കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞത് എന്തെന്നറിയോ? ഞാൻ കാണിച്ചു തന്നതുപോലെ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒളുവെടുത്താ അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂലാ പറയുന്നത്, ഉണക്കമരത്തിൽ നിന്ന് ഇലകൾ പൊടിഞ്ഞ് വീഴുന്നത് പോലെ നിന്റെ നഖത്തിന്റെ അടിയിൽ കിടക്കിലൂടെ, നിന്റെ നഖത്തിന്റെ അടിയിലൂടെ വീഴുന്ന വെള്ളത്തുള്ളികളിൽ പോലും നിന്റെ പാപങ്ങൾ പൊറുക്കുകയാ. അതുകൊണ്ടാണ് സുഫിയാൻ സൗരി തങ്ങള് അല്ലാഹനെ കാണാൻ പോയപ്പോ, അല്ലാഹുടെ മുന്നിൽ നിൽക്കാൻ പോകുമ്പോ പാപങ്ങൾ മുഴുവനും കഴുകി കളയുകയാണ്. ഒറ്റ ഒളുമതികടാ ചെറുപ്പക്കാരാ, ഒരേ ഒരു ഒളുമതികടാ. അല്ലാഹുവിന്റെ പ്രവാചകനെ പറഞ്ഞു തന്നതുപോലെ, കാണിച്ചു തന്നതുപോലെ അല്ലാഹുവിനെ കാണാൻ
പറയാനാണ് ഞാൻ ഉളുവെടുക്കുന്ന ബോധത്തോടെ നിലവിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഒരു ഉളുവെടുത്ത് കഴിഞ്ഞാ നിന്റെ പാപങ്ങൾ മുഴുവനും പൊറുക്കുകയാ, നിന്റെ പാപങ്ങൾ മുഴുവനും പൊറുക്കുകയാ. അതുകൊണ്ട് പാപം പൊറുക്കാനുള്ള മൂന്നാമത്തെ വഴി എന്താ? മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അദാമന തവല്ല ഫഅഹ്സനൽ വുദൂഅ ഖറജത് ഖതായാഹു മിൻ ജസദിഹി ഹത്താ തഖ്റുജ മിൻ തഹ്തിൽ അൽഫാരിഹി. പടച്ചവരെ, പാപങ്ങൾ അവന്റെ നഖങ്ങൾക്ക് അടിയിലൂടെ പുറത്തേക്ക് പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, നാലാമത്തെ കാര്യം എന്താ? പാപം പൊറുക്കാറുള്ള നാലാമത്തെ എളുപ്പ വഴി എന്തെന്നറിയുമോ? പ്രിയപ്പെട്ട പെങ്ങള്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ തവല്ലഅ നഹവ വുളൂഇ ഹദാ സുമ്മ ഖാമ ഫറകഅ റകഅതൈൻ ലാ യുഹദ്ദിസു ഫീഹിമാ നഫ്സഹു ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. നാലാമത്തെ വഴി എന്തെന്നറിയുമോ? പെട്ടെന്ന് പാപം പൊറുക്കാൻ, പെട്ടെന്ന് പാപം പൊറുക്കാൻ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തന്ന നാലാമത്തെ വഴി എന്തെന്നറിയുമോ? ഏതെങ്കിലും ഒരു മനുഷ്യന് ഉളുവെടുത്ത് കഴിഞ്ഞാൽ, ഞാനും നിങ്ങളും ഉളുവെടുക്കുന്നവരാണ്, ഉളുവെടുക്കാത്തവരില്ലല്ലോ, ഉളുവെടുക്കാത്തവരില്ലല്ലോ. എങ്കിലും പെങ്ങളെ, ഉളുവെടുത്ത് കഴിഞ്ഞാൽ 2 റക്അത്ത് നിസ്കരിക്കണേ പെങ്ങളെ. ആരാ നമസ്കരിക്കാറ്? ആരാ നമസ്കരിക്കാറ്? ഫർള് പോലും നിസ്കരിക്കുന്നില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, ഉളുവെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ 2 റക്അത്ത് നമസ്കരിക്കണേ. ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. അല്ലാഹു നിങ്ങളുടെ സർവ്വ പാപങ്ങളും പുറത്തു തരികയാ. പെങ്ങളെ, നിസാരമായി കാണരുത്, നിസാരമായി കാണരുത്. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച പടച്ച റബ്ബിന്റെ സ്വർഗ്ഗമുണ്ടല്ലോ, ആ സ്വർഗ്ഗത്തിലെ പാലിനബികളും തേനിനബികളും പടച്ച റബ്ബേ മുത്തുനബി കണ്ടുകൊണ്ട് നടക്കുകയാണ്. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിന്റെ ആഡംബരങ്ങളും അനുഗ്രഹങ്ങളും പദവികളും പദാ കൊട്ടാരങ്ങളും അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കുമ്പോ, മുത്തുനബിയുടെ മുന്നിലൂടെ ഒരു ചെറുപ്പക്കാരൻ നടന്നു പോവുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലൂടെ ഒരു ചെറുപ്പക്കാരൻ നടന്നു പോവുകയാണ്. ആരാണെന്നറിയുന്നില്ല, ആരാണെന്ന് കാണുന്നില്ല. പക്ഷേ അല്ലാഹുവിന്റെ റസൂലിന് നല്ല പരിചയമുള്ള പരിസരാ, മുത്തുനബിക്ക് നല്ലതുപോലെ പരിചയമുള്ള പരിസരാണ്. ആ കാലുകൾ അല്ലാഹുവിന്റെ റസൂലിന് നല്ലതുപോലെ അറിയാ. മുത്തുനബി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ സ്വർഗ്ഗത്തിലെ മലക്കുകൾ ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, ആ പോകുന്നത് ബിലാലാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വർഗ്ഗത്തിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരനെ കുറിച്ച് അല്ലാഹുവിന്റെ മലക്കുകൾ പറയുന്നു, യാ റസൂലല്ലാഹ്, അത് സയ്യിദുനാ ബിലാൽ, അത് ബിലാലാണ് നബിയേ, അത് ബിലാലാണ് നബിയേ. റസൂലുള്ളാഹിക്ക് വല്ലാത്ത അത്ഭുതമാവുകയോ, എന്റെ ബിലാലോ, എന്റെ ബിലാലോ, എങ്ങനെ അറിയാം എന്റെ ബിലാലിനെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? റസൂൽ സ്വർഗ്ഗത്തിലെ മലക്കുകളോട് ചോദിക്കുകയാ, എന്റെ ബിലാലിനെ നിങ്ങൾക്കറിയുമോ? കറുത്തവനായ അടിമയായ നീഗ്രയായ പടച്ചവരെ, ബിലാല് തങ്ങളുടെ പേര് പറയുമ്പോ നമ്മുടെ കണ്ണ് നിറയുമല്ലോ. ബിലാല് തങ്ങളുടെ ചരിത്രം വായിച്ചാ കരയാത്ത കണ്ണുകളില്ലല്ലോ. ഈമാൻ വർദ്ധിക്കാത്ത മനുഷ്യനില്ലല്ലോ. പഴുത്ത് കിടക്കുന്ന മലരാരുണ്യത്തിന് മലർത്തിക്കിടത്തിയ കരിമ്പാറയെടുത്ത് നെഞ്ചത്ത് വെച്ചിട്ട് ചാട്ടവാറ് കൊണ്ട് തന്റെ യജമാനന്മാരെ അല്ലാഹു വഹദെന്ന് വിളിച്ച ബിലാൽ
മുത്തുനബിയെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ പൊന്നുപോലെ കൊണ്ടു നടന്ന ബിലാൽ, മുത്തുനബിയുടെ പേര് കേൾക്കുമ്പോ കരയുന്ന ബിലാൽ. ആ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ചാണ് സ്വർഗ്ഗത്തിലെ മലക്കുകൾ പറയുന്നു, നബിയേ ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും നബിയേ. ബിലാലിന്റെ പേരറിയാത്ത മലക്കുകളില്ല. എല്ലാവർക്കും വല്ലാത്ത പരിചയമാണ്, എല്ലാവർക്കും വല്ലാത്ത പരിചയമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ മസ്ജിദ് നബവിയിൽ ഇരുന്നിട്ട് സഹാബത്തിനോട് പറയുന്നു, സഹാബാ ഇന്നലെ ഞാൻ സ്വർഗ്ഗത്തിൽ വെച്ച് ബിലാലിനെ കണ്ട് സഹാബാ. മലക്കുകൾ ബിലാലിന്റെ പേര് പറയുന്നു സഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ പറയുമ്പോ മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല തലതാട്ടിയിരുന്ന് കരയുകയാ, തലതാട്ടിയിരുന്ന് കരയുകയാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ഐന ബിലാൽ, എന്റെ ബിലാൽ എവിടെ, എന്റെ ബിലാൽ എവിടെ? ലബ്ബൈക യാ റസൂലല്ലാഹ്, ഞാൻ ഇവിടെ ഉണ്ട് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് ചോദിക്കുകയാണ്. ബിലാലേ നിന്നെ ഞാൻ സ്വർഗ്ഗത്തിൽ കണ്ടു ബിലാൽ. അല്ലാഹുവിന്റെ മലക്കുകൾ പോലും നിന്റെ പേര് പറയുകയാ. എന്ത് നന്മയാ ചെയ്യുന്നത്? റസൂലുള്ളാഹിക്ക് അറിയാഞ്ഞിട്ടല്ല, മുത്തുനബിക്ക് അറിയാഞ്ഞിട്ടല്ല, നമുക്ക് പഠിക്കാനല്ലേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ബിലാലേ നീ സ്വർഗ്ഗത്തിൽ ഇങ്ങനെ നേരത്തെ കടന്നു പോകാ, നിന്റെ ജീവിതത്തിൽ എന്തോ ഒരു നന്മ ചെയ്യുന്നുണ്ടല്ലോ, എന്തെങ്കിലും നന്മകൾ പ്രത്യേകമായിട്ട് ചെയ്യുന്നുണ്ടോ? റസൂലുള്ള ചോദിക്കുമ്പോ ബിലാൽ തങ്ങൾ പറയുന്നു, യാ റസൂലല്ലാഹ്, മുത്തുനബിയേ എപ്പോ ഉളുവെടുത്ത് കഴിഞ്ഞാൽ, ഏത് സമയത്ത് ഉളുവെടുത്ത് കഴിഞ്ഞാൽ ഞാൻ 2 റക്അത്ത് നമസ്കരിക്കും നബിയേ, ഞാൻ 2 റക്അത്ത് നമസ്കരിക്കും നബിയേ. അതുകൊണ്ടാണ് സഹാബാ, അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, എപ്പോ ഉളുവെടുത്താലും നിസ്കരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നിസ്കരിക്കാൻ വേണ്ടി ഉളുവെടുത്തിട്ട് പള്ളിക്കകത്ത് കയറുമല്ലോ, ആ പള്ളിക്കകത്ത് കയറുമ്പോ 2 റക്അത്ത് നമസ്കരിക്കണമല്ലോ, ആ വഖത്തിന്റെ സുന്നത്ത് നമസ്കരിക്കണമല്ലോ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ സുന്നത്തെങ്കിലും നിങ്ങളൊന്ന് നമസ്കരിക്കൂ. അതിലൂടെ നിങ്ങൾക്ക് രക്ഷപ്പെടാമല്ലോ, അതിലൂടെ നിങ്ങൾക്ക് രക്ഷപ്പെടാമല്ലോ. സുന്നത്ത് നമസ്കാരങ്ങളെ നിസാരമായി തള്ളേണ്ട കാര്യമല്ലല്ലോ. അല്ലാഹുവിന്റെ റസൂലല്ലേ പറഞ്ഞത്, 12 റക്അത്ത് സുന്നത്ത് ആരെങ്കിലും നമസ്കരിച്ചാൽ അവന് സ്വർഗ്ഗമുണ്ട് സഹാബാ. 12 റക്അത്ത് സുന്നത്ത് നമസ്കാരം കണ്ട് ആരെങ്കിലും നമസ്കാരം നിത്യമാക്കിയാ അവന് സ്വർഗ്ഗമുണ്ടെന്ന് മുത്തുനബിയല്ലേ പറഞ്ഞു തന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, മോളെ, ഇനി മുതൽ ഉളുവെടുക്കുമ്പോ സൂക്ഷ്മത പുലർത്ത്. ഉളുവെടുത്തു കഴിഞ്ഞാ 2 റക്അത്ത് മറക്കല്ലേ, 2 റക്അത്ത് നിസ്കരിക്കണേ. ആ നിസ്കരിക്കുന്നതിലൂടെ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ലാ യുഹദ്ദിസു ഫീഹിമാ നഫ്സഹു ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. അല്ലാഹു നിന്റെ പാപങ്ങൾ പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, 5ാമത്തെ കാര്യമെന്ത്? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് 10 നന്മകളാണ് പറഞ്ഞു തന്നത്. അതിലെ 1ാമത്തെ കാര്യമെന്ത്? നീ ബാങ്ക് വിളിക്ക്, ബാങ്കിന്റെ ജവാബ് പറ, അല്ലെങ്കിൽ ഒറ്റ
ഒറ്റയ്ക്ക് നമസ്കരിക്കുന്ന സമയത്ത് ബാങ്ക് വിളിക്ക്. ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ബാങ്കിന്റെ ജവാബ് പറഞ്ഞിട്ട് മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് പറഞ്ഞു ദുആ ചെയ്യ്. നിന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുകയാ. രണ്ടാമത്തെ കാര്യമെന്ത്? ഷഹാദത്ത് പറയുമ്പോ, പള്ളിയിൽ ഷഹാദത്ത് പറയുമ്പോ നീ പഠിച്ച ദുആ ചെയ്യ്. നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരികയാ. മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഉളുവെടുത്താ പോരാ, നല്ലതുപോലെ ഉളുവെടുക്കടേ, സൂക്ഷ്മതയോടുകൂടി ഉളുവെടുക്കടേ. ഉളുവെടുത്ത് കഴിഞ്ഞാ നിന്റെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു തരികയാ. നാലാമത്തെ കാര്യം എന്തെന്നറിയുമോ? ചെറുപ്പക്കാരാ, ഉളുവെടുത്ത് കഴിഞ്ഞാൽ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുമോനെ, നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 10:30 ഇൻഷാ അല്ലാഹ്. ഒരെണ്ണം കൂടെ പറഞ്ഞൂടെ? ഇന്ന് ലാസ്റ്റ് ദിവസമല്ലേ? ഇൻഷാ അല്ലാഹ് ഇനി എപ്പോഴാ അവസരം കിട്ടണമെന്ന് അറിയില്ല, ആരൊക്കെയാ ഉണ്ടാവുക ഇല്ല എന്നറിയില്ല. അല്ലാഹു നമുക്ക് ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. അല്ലാഹു ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു 15 മിനിറ്റ് കൂടി ഇരിക്കൂലേ? അപ്പൊ ഒരു പണക്കമുള്ളത് പോലെ പറയണോ നിർത്തണോ? പറയണോന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്ക്. പൈസ ചോദിക്കുമ്പോഴേ ഈ ആത്മാർത്ഥത കാണണം. അതുകൊണ്ട് ഈ കാണുന്ന ഒന്നും മറക്കണം, വേറെ ഒന്നും വേണ്ട. ഈ കാണുന്നതൊന്നും മറച്ചാൽ മതി. ഈ മുത്തല്ലിങ്ങൾക്ക് ഒന്ന് കയറിയിരുന്ന് പഠിക്കാൻ, ഒന്ന് കിടക്കാൻ, അത്രേ ഉള്ളൂ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാതെ ചുമ്മാ കുറെ എണ്ണം വരിക, വഴുത് കേൾക്കാൻ പോവാ. ഒരു ഉസ്താദ് വന്ന് വഴുത് പറയാ, ചിലത് കേൾക്കുക. ഇതിലൊന്നും കാര്യമില്ലപ്പാ. മഹാനായ ജഫരി മുത്തുകോയ തങ്ങൾ അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. ഞങ്ങൾ പറഞ്ഞ പോലെ പണ്ട് ചിരിച്ചു കൊണ്ടുവരുന്നവൻ വഴുത് കേട്ടിട്ട് തിരിച്ചു പോകുമ്പോൾ കരഞ്ഞുകൊണ്ട് പോകും. പണ്ടത്തെ കാലങ്ങളിൽ ഒരാൾ ചിരിച്ചുകൊണ്ട് വഴുത് കേൾക്കാൻ വരിക, തിരിച്ചു പോകുമ്പോൾ കരഞ്ഞോണ്ടാ പോണം. ഇന്ന് കരഞ്ഞോണ്ടൊരുത്തം വഴുത് കാണാൻ കേൾക്കാൻ വന്ന തിരിച്ചു പോകുമ്പോൾ ഓൻ തന്നെ ചിരിച്ചോണ്ടാ പോണേ. കോമഡി എത്ര വഴുതെങ്ങനെ! ഇന്നത്തെ വഴുതകളൊക്കെ അങ്ങനെ ആയിപ്പോയി. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പറയുന്നവനും ഇല്ല, കേൾക്കുന്നവനും ഇല്ല. അല്ലേ മൈക്ക് സെറ്റുകാരാ, നീയല്ലേ ഏറ്റവും കൂടുതൽ വഴുത് കേൾക്കണേ? ഏറ്റവും കൂടുതൽ വഴുത് കേൾക്കണ അനീഫ. അള്ളാഹു ഉമ്മയെ വല്ലാതെ സ്നേഹിക്കുന്ന പൊന്നുമോന. അള്ളാഹു ഉമ്മയുടെ പൊരുത്തം കൊടുക്കുമാറാകട്ടെ. ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. ഇല്ലേ ഇപ്പൊ സഹോദരങ്ങളെ കേട്ട് അനീഫ ഒരു വഴുത് പറയാൻ വളർന്നിട്ടുണ്ടാവും. മൈക്ക് സെറ്റുകാരനാ നീ? നാട്ടുകാരൻ ഇവിടുത്തെ ആളാ? ഇവിടെ എല്ലായിടത്തും കാണാം. കാസർഗോഡ്, മംഗലാപുരത്തൊക്കെ. അൽഹംദുലില്ലാഹ്. അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. ഒരു പള്ളിയിലെ അച്ഛൻ 30 വർഷക്കാലം വഅ്ദ് പറഞ്ഞു. ഒരു പള്ളിയിലെ അച്ഛൻ 30 വർഷക്കാലം വഅ്ദ് പറഞ്ഞു. ദൈവത്തെക്കുറിച്ച് നാട്ടുകാർക്ക് പറഞ്ഞു കൊടുത്തു. നല്ലൊരു അച്ഛനായിരുന്നു. എന്നാൽ അതേ നാട്ടിൽ ഒരു കള്ളുകുടിയനായ ഓട്ടോ ഡ്രൈവർ ഉണ്ട്. ഓനാണെങ്കിൽ ഭയങ്കര സ്പീഡാ. എപ്പോ നോക്കിയാലും അടിയും വഴക്കുക. പള്ളിയിൽ ഒരിക്കൽ പോലും കയറത്തില്ല. അങ്ങനെ കഥ പറയുകയാ. ഇവര് രണ്ടുപേരും മരണപ്പെട്ടു. ദൈവത്തിന്റെ മുന്നിലെത്തി. പള്ളിയിലെ അച്ഛനും എത്തി, കള്ളുകുടിയനും എത്തി. രണ്ടുപേരും ദൈവത്തിന്റെ മുന്നിലെത്തിയപ്പോ ദൈവം പറഞ്ഞു കള്ളുകുടിയനോട്, നീ സ്വർഗത്തിൽ പൊക്കോടാന്ന് പറഞ്ഞു. കള്ളുകുടിയനോട് പറഞ്ഞു, നീ സ്വർഗത്തിൽ പൊക്കോളാം. അപ്പൊ ഈ പള്ളിയിൽ അച്ഛൻ ചോദിച്ചു, ദൈവമേ, ഇവൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും പള്ളി കയറിയിട്ടില്ല, കള്ളു കുടിക്കുന്നവനാ, അടിയുണ്ടാക്കുന്നവനാ, ഇവനെയാണോ ആദ്യം സ്വർഗത്തിൽ വിടുന്നത്? 30 വർഷക്കാലം എന്റെ ജീവിതത്തിലെ 30 കൊല്ലം ദൈവമേ നിന്നെ കുറിച്ച് പറഞ്ഞവനാ ഞാൻ, എന്നെ അല്ലേ ആദ്യം വിടേണ്ടത്? ആ സമയത്ത് ദൈവം പറഞ്ഞു, അച്ഛാ, നിങ്ങൾ 30 കൊല്ലം ദൈവത്തെ എന്നെ കുറിച്ച് എല്ലാവരോടും പറഞ്ഞു, പക്ഷെ നാട്ടുകാർക്ക് എന്നെ കുറിച്ച് ഓർമ്മയൊന്നും ഇല്ലായിരുന്നു. 30 വർഷക്കാലം നിങ്ങൾ പ്രസംഗിക്കുമ്പോ ആൾക്കാർക്ക് എന്നെ കുറിച്ചുള്ള ഓർമ്മയൊന്നുമില്ല. അങ്ങനെ ആയിരുന്നു നിങ്ങളുടെ വഴുത്. പക്ഷെ ഇവന് സ്വർഗം കൊടുക്കാനുള്ള കാരണം എന്തെന്നറിയോ? ഇവന്റെ ഓട്ടോയ്ക്കകത്ത് ആരെങ്കിലും കയറി കഴിഞ്ഞാൽ ഇറങ്ങുന്നത് വരെ ഒറ്റ വാക്കേ പറയൂ, ദൈവമേ ദൈവമേ ദൈവമേ. കാരണം എന്ത്? ഇവൻ കള്ളും കുടിച്ചിട്ട പായണേ. ഇവൻ കള്ളു കുടിച്ചിട്ട ഓട്ടോ ഓടിക്കുന്നേ. അപ്പൊ ഇവന്റെ ഓട്ടോയ്ക്കകത്ത് ആര് കയറിയാലും എന്ത് വിളിക്കും? ദൈവത്തെ വിളിക്കും. കാരണം അല്ലേ, ചില ചെറുപ്പക്കാരുടെ ബൈക്കിന്റെ പുറകിൽ കയറിയ അറിയാതെ ആയത്തെക്കുറിച്ച് ഓതിപ്പോകും. ചിലരുടെ കൂടെ കയറിക്കാത്ത കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനി ഓതാത്തവനും ചില വണ്ടിയുടെ പുറകിൽ കയറി അറിയാതെ ഓതിപ്പോകും. കാരണം എന്തേ? അങ്ങനത്തെ പായലാ പായണേ.
അപ്പൊ ഇവന്റെ ഓട്ടോയ്ക്കകത്ത് ആര് കയറിയാലും ദൈവത്തെ വിളിക്കും. അപ്പൊ ദൈവം പറയാ, എന്നെ ഏറ്റവും കൂടുതൽ ദൈവത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയത് ഈ ഓട്ടോക്കാരൻ, അതുകൊണ്ട് അവന് സ്വർഗം കൊടുത്തേന്ന്. കഥ അങ്ങനെയൊക്കെയാണെങ്കിലും അള്ളാഹു എന്റെ വഴൽ അങ്ങനെ ആക്കാതിരിക്കുമാറാകട്ടെ. ആ പള്ളിയിൽ അച്ഛന്റെ ഗതി എനിക്ക് വരരുതല്ലോ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒരെണ്ണം കൂടെ പറഞ്ഞ് നമുക്ക് ദുആ ചെയ്തു പിരിയാം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ പെട്ടെന്ന് പൊറുക്കാനുള്ള വഴി എന്തെന്നറിയുമോ? അന്നബി ഹുറൈറ റളിയല്ലാഹു തആല അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ അൽ മലായികതു തുസല്ലി അലാ അഹദികും മാദാമ ഫീ മുസല്ലാ الذي صلى فيه ما لم يحدثه تقول اللهم اغفر له اللهم ارحمه. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നമ്മളൊക്കെ പള്ളിയിൽ പോകും, 5 നേരം നിസ്കരിക്കും. ഉസ്താദ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഉസ്താദ് തിരിയുന്നതിന് മുമ്പേ എഴുന്നേറ്റ് ഓടുന്ന ടീമുകളുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഉസ്താദ് സലാം വീട്ടി തീർന്നിട്ട് ഉസ്താദ് തിരിയുന്നതിന് മുമ്പേ നമ്മൾ ഈ പലരും എഴുന്നേറ്റ് ഓടുന്നപ്പം പോകട്ടെ. ചിലർ എഴുന്നേറ്റ് പോയിട്ട് ഭിത്തി പോയിട്ട് ചാരും ഗർഭിണി പെണ്ണുങ്ങൾ ഇരിക്കണ പോലെ കാലും നീട്ടിയിട്ട്. ചിലർക്ക് ചില തൂണുകൾ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് വഖഫ് ചെയ്തിരിക്കുക തൂണ്. എടാ, സലാം വീട്ടി തീർന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ എഴുന്നേറ്റ് ഓടുന്നവൻ പോകട്ടെ. ഈ വാപ്പമാരൊക്കെ ചിലരങ്ങോട്ട് പോയിട്ട് പടച്ചോനെ ഉഹുദുമല ഉരുട്ടിക്കൊണ്ട് പോണ പോലെ കൊണ്ടുപോയിട്ട് അങ്ങോട്ട് ചാരി അങ്ങോട്ട് ഇരിക്കും, വായി നോക്കി. അങ്ങനെ അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. വർക്കപ്പർ അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. എൻ്റെ പൊന്നാര മക്കളെ, നിസ്കാരം കഴിഞ്ഞു, ദിക്റുകൾ പറഞ്ഞു, ഉസ്താദ് ദുആ ചെയ്തു, സലാത്ത് പറഞ്ഞു, എല്ലാരും പോയി. അല്ലാഹുവിന്റെ പ്രവാചകം പറയുന്നു, നീ പോകരുത്. പാപം പൊറുക്കണമെന്ന ആഗ്രഹമുള്ള പെങ്ങളെ, നമസ്കാരം കഴിഞ്ഞാൽ ആ മുസല്ലയിൽ തന്നെ ഇരിക്ക്, ആ മുസല്ലയിൽ തന്നെ ഇരിക്ക്, ആ നിസ്കാരപ്പായിൽ തന്നെ ഇരിക്ക്. അല്ലാഹു നിന്റെ പാപം പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ആ മുസല്ലയിൽ തന്നെ നിങ്ങൾ ഇരിക്കൂ. പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ, നീ ആ മുസല്ലയിൽ ഇരിക്കുന്ന സമയം എത്രയും ആ മലക്കുകൾ ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ഗഫിർ ലഹു, അല്ലാഹുവേ ഇവന് നീ പുറത്തു കൊടുക്കണേ, അല്ലാഹുമ്മ റഹംഹു, പടച്ചവനെ നീ ഇവളോട് കരുണ കാണിക്കണേ അല്ലാ. നിസ്കാരപ്പായിരിക്കുന്ന സമയം മുഴുവനും മലക്കുകൾ ദുആ ചെയ്യുകയാ. ആർക്ക് വേണ്ടിയാ പെങ്ങള്? നിന്റെ പാപം പൊറുക്കാൻ, നിന്റെ പാപം പൊറുക്കാൻ. ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം പറയാത്ത, പാപം കാണാത്ത, പാപം ചെയ്യാത്ത അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാണ്? നിസ്കാരപ്പായിലിരിക്കുന്നവർക്ക് വേണ്ടിയാണ്, മുസല്ലയിലിരിക്കുന്നവർക്ക് വേണ്ടിയാണ്. നീ എഴുന്നേറ്റ് പോകുന്നത് വരെ നിനക്ക് വേണ്ടി ദുആ ചെയ്യുകയാ. നിന്റെ പാപം പൊറുക്കാൻ, അല്ലാഹു നിന്നോട് കരുണ കാണിക്കാൻ അവിടുന്ന് മലക്കുകൾ ദുആ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, വെള്ളിയാഴ്ച 1 മണിയാകുമ്പോ ചാടിക്കേറി പള്ളിക്കകത്ത് പോയിട്ട് ഉസ്താദ് സലാം വീട്ടുമ്പോ ഇറങ്ങി ഓടുന്ന ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഒരു വിഭാഗം പള്ളിയിൽ വന്നാൽ അവരുടെ സ്വഭാവം എങ്ങനെയെന്നറിയുമോ? അതാ വെള്ളത്തിൽ കിടക്കുന്ന ജീവനുള്ള മീനിനെ പിടിച്ച് കരയിലിട്ടാൽ അത് കിടന്ന് പിടയുകയാണ്. എന്തിനാണ് വെള്ളത്തിലേക്ക് തിരിച്ചു പോകാൻ? ഇതുപോലെയാണ് ചില ചെറുപ്പക്കാര് പള്ളിക്കകത്ത് കയറിയ ഉസ്താദെന്ന് നിർത്തിയിരുന്നെങ്കിൽ, ഉസ്താദെന്ന് സലാം വീട്ടിയിരുന്നെങ്കിൽ ഇറങ്ങി ഓടാമായിരുന്നല്ലോ. അല്ലാ, അങ്ങനെ കിടന്ന് പിടയുന്ന ചില ചെറുപ്പക്കാരുണ്ട്. മക്കളെ, മാറണമടാ. റമളാനാടാ വരുന്നത്, വിശുദ്ധ റമളാനാടാ വരുന്നത്. 2 മാസക്കാലം മുമ്പേ ഒരുങ്ങാ പറഞ്ഞ റമളാൻ റജബ് കഴിഞ്ഞു പോയടാ ചെറുപ്പക്കാരാ. പെങ്ങളെ, നിനക്ക് വല്ല ഓർമ്മയുമുണ്ടോ? ഇത് സാധാരണ മാസമല്ല, ഇത് ശഅബാനാണ്. ഇത് മുത്തുനബിയുടെ മാസമാണ്. വശഅബാനു ശഹരി, എന്റെ മാസമാണ് ശഅബാൻ
ഷഅബാനെന്ന് മുത്തുനബി പറഞ്ഞു തന്ന മാസമാ. വല്ല ഓർമ്മയുമുണ്ടോ? 10-20 പെങ്ങള്. അതാ ഷഅബാന് വിട പറയുകയാണ്. എന്ത് ചെയ്തു പെങ്ങള്? നിന്റെ ജീവിതത്തിൽ എന്ത് നേടി? അല്ലാഹുവേ, പണ്ട് നിന്റെ പ്രിയപ്പെട്ട മാതാവുണ്ടല്ലോ, റജബ് മാസം കടന്നു വരുമ്പോഴേ വീടിന്റെ പരിസരം വൃത്തിയാക്കുകയാ, വീടിന്റെ ഉൾഭാഗം മുഴുവനും വൃത്തിയാക്കുകയാ, ചെലന്തി വലയൊക്കെ അടിക്കുകയാണ്, ആവശ്യമില്ലാത്തത് മുഴുവനും എടുത്ത് കത്തിച്ചു കളയുകയാ. എന്തിനാ ഉമ്മ, എന്തിനാ ഉമ്മ? പൊന്നുമോളെ, റമളാൻ വരുന്നു മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ചെറുപ്പം മുതലേ കേട്ടവളാട്. പടച്ചവനെ, നീ ഇതുവരെ അനങ്ങിയിട്ടില്ലല്ലോ, നീ ഇതുവരെ അനങ്ങിയിട്ടില്ലല്ലോ, നീ പാറയെ പോലെ ഇരിക്കുകയല്ലേ പെങ്ങള്. എന്റെ ചെറുപ്പക്കാരാ, ഇത് പാഴാക്കണ്ട മാസമല്ല, ഇത് നിസാര മാസമല്ല. ഈ മാസത്തെ നിങ്ങൾ ആദരിക്കൂ, ഈ മാസത്തെ നിങ്ങൾ ബഹുമാനിക്കൂ. ഒരുപാട് നിസ്കാരങ്ങൾ കളയായിട്ടുണ്ടല്ലോ, റമളാനിന് മുമ്പ് നിസ്കരിച്ച് തീർക്കണ്ടേ. ആ നമസ്കാരങ്ങളൊക്കെ കളാവിട്ട് ചെറുപ്പക്കാരാ പെങ്ങളെ, കഴിഞ്ഞ റമളാനിൽ മുടങ്ങിയ നോമ്പ് അതുപോലെ തന്നെ കിടക്കുകയാ. എന്തേ നിനക്ക് പിടിക്കാൻ കഴിയാത്തത്? ഇപ്പോഴും ടിവിയുടെ ഫ്രണ്ടിലാണ്, ഇപ്പോഴും സീരിയലാണ്, ഇപ്പോഴും മോശമായ ചിന്തയാണ്, ഇപ്പോഴും വാട്സപ്പും ഫേസ്ബുക്കുമാണ്. എന്തേ പെങ്ങള്? ഈ റമളാൻ വരുന്നതിന് തൊട്ട് മുമ്പുള്ള ശഅബാൻ, ഈ മാസത്തെ നിനക്ക് കളിക്കണ്ട മാസമല്ലല്ലോ. ഈ മാസത്തെ സ്നേഹിക്ക്, ഈ മാസത്തെ ആദരിക്ക്, ഈ മാസത്തെ ബഹുമാനിക്ക്. എന്തേ പ്രതിഫലമെന്നറിയോ? ഈ മാസത്തെ ആദരിക്കുന്നവർക്ക് അല്ലാഹു തരുന്ന പ്രതിഫലമെന്താ? ഈ മാസത്തെ ആദരിക്കുന്നവർക്ക് അല്ലാഹു തരുന്ന പ്രതിഫലമെന്താ? ഒരൊറ്റ പ്രതിഫലം പറയാ. ഇലക്ഷൻ വരും പോകും ചെറുപ്പക്കാരാ, ഒരുത്തൻ തോക്കും ഒരുത്തൻ ജയിക്കുമടാ ചെറുപ്പക്കാരാ. പക്ഷേ നീ പരാജയപ്പെടരുത്. ജയിക്കുന്ന സ്ഥാനാർത്ഥി ടാറ്റയും കാണിച്ചിട്ട് പോകുമടാ. നീ എന്ത് നേടും പൊന്നുമോര്? ആരെങ്കിലും നിന്റെ സ്ഥാനാർത്ഥി ജയിച്ചതിന് ശേഷം ഒരിക്കൽ വണ്ടിയുടെ മുകളിൽ കയറിയിട്ട് അവൻ ടാറ്റയും കാണിച്ചിട്ട് പോകുമ്പോ നിന്റെ ആഖിറം നഷ്ടപ്പെടല്ലടാ പൊന്നുമോര്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഇനിയും കയ്യിലെണ്ണുന്ന ദിവസങ്ങളുണ്ടല്ലോ, മറക്കല്ലേ ഉമ്മ, മറക്കല്ലേ ചെറുപ്പക്കാരാ. പ്രതിഫലമെന്തെന്നറിയുമോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാണ്, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് കോടാരി കോടി ജനങ്ങളുടെ മുന്നിൽ എല്ലാവരും ഉടുതുണിയില്ലാതെ ഔറത്ത് മറയ്ക്കാതെ നഗ്നരായിട്ട് എല്ലാവരും പടച്ചവന്റെ കോടതിയിൽ നിൽക്കുമ്പോ, ചെമ്പിന്റെ തറയിൽ നിന്ന് ഉരുകുമ്പോ, വിയർപ്പിന്റെ അകത്ത് മുങ്ങിത്താഴുമ്പോ, കിടന്ന് നിലവിളിക്കുമ്പോ, അല്ലാ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് എല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോ, സഹാബാ, ഒരു വിഭാഗം വരികയാ, ഒരു വിഭാഗത്തെ മലക്കുകൾ കൊണ്ടുവരികയാ. പടച്ചവനെ കൊതി തോന്നുകയാണ്. അവരെ കാണുമ്പോ ജനങ്ങൾ അത്ഭുതത്തോടെ നോക്കുകയാണ്. പടച്ചവനെ, അവര് വരുന്ന രംഗമെങ്ങനെയെന്നറിയുമോ? എല്ലാവരും ഉടുതുണിയില്ലാതെ റബ്ബിന്റെ പരലോകത്ത് നിൽക്കുമ്പോ ഔറത്ത് മറച്ചുകൊണ്ടൊരു വിഭാഗം കടന്നു വരികയാ. അവർക്ക് യാതൊരു പേടിയുമില്ല, അവരുടെ മുഖത്തൊരു ഭയവുമില്ല, അവരുടെ മുഖത്ത് വല്ലാത്ത സന്തോഷമാ. പടച്ചവനെ, ഔറത്ത് മറച്ചുകൊണ്ടൊരു വിഭാഗം ഇങ്ങനെ കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അവരാരാണ് നബിയേ? അവരാരാണ് നബിയേ? പേടിയില്ലാതെ പ്രയാസമില്ലാതെ ഔറത്ത് മറച്ചുകൊണ്ട് പരലോകത്തേക്ക് കടന്നു വരുന്ന വിഭാഗത്തെ കുറിച്ച് സ്വഹാബത്ത് മുത്തുനബിയോട് ചോദിക്കുമ്പോ റസൂലുള്ളാഹി പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ പെങ്ങള്? വശഅബാനു ശഹരി, അല്ലാഹുവിന്റെ പ്രവാചകൻ എന്റെ മാസമെന്ന് പരിചയപ്പെടുത്തിയ, ഞാനും നിങ്ങളും മറന്നു കളയുന്ന, ഞാനും നിങ്ങളും നിസാരമായി കാണുന്ന
തള്ളിക്കളയുന്ന, ഞാനും നിങ്ങളും വെറുതെ തള്ളിക്കളയുന്ന ഈ പരിശുദ്ധമായ ശഅബാൻ മാസത്തിന് സ്നേഹിച്ചവരുണ്ടല്ലോ, ഈ മാസത്തിൽ നോമ്പ് പിടിച്ചവരുണ്ടല്ലോ, ഈ മാസത്തിൽ ഖുർആൻ ഓതിയവരുണ്ടല്ലോ, ഈ മാസത്തെ ആദരിച്ചവരുണ്ടല്ലോ. സതുറല്ലാഹു ഔറതഹു യൗമൽ ഖിയാമ. അവര് നാളെ ഔറത്തു മറച്ചവരായി, അവര് നാളെ ഔറത്തു മറച്ചവരായി പരലോകത്ത് കടന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അവര് നാളെ ഔറത്തു മറച്ചവരായിട്ടാണ് കടന്നു വരുന്നത്. അതുകൊണ്ട് പെങ്ങളെ പാഴാക്കല്ല്, ചെറുപ്പക്കാരാ പാഴാക്കല്ല്. മോനെ ഖളായി പോയ നമസ്കാരങ്ങളൊക്കെ ഇനിയുള്ള ഫർദിന്റെ കൂടെ നിസ്കരിച്ചോ, ഖുർആൻ എടുത്തു വെച്ച് ഓതാൻ തുടങ്ങിക്കോ, പാപങ്ങൾ കഴുകിക്കളഞ്ഞോ, മനസ്സും ശരീരവും ശുദ്ധമാക്കിക്കോ. റമദാൻ എന്ന് പറയുന്ന അതിഥിയ ഹൃദയത്തിൽ കയറ്റിവെക്കാ നീ തയ്യാറെടുത്തോ. അല്ലാഹുവേ അതിനുള്ള ഭാഗ്യം തരണേ അല്ലാ. അതുകൊണ്ട് ചെറുപ്പക്കാരോട് പറയുകയാ, മോനെ തറാവീഹ് നിസ്കരിക്കേണ്ടവനല്ലേടാ, ഇഅ്തികാഫ് ഇരിക്കേണ്ടവനല്ലേടാ. അതുകൊണ്ട് റമദാനിൽ ഒരുപാട് ഇബാദത്തുകൾ ചെയ്യേണ്ടവനല്ലേ. അതുകൊണ്ട് മോനെ പാപങ്ങൾ പൊറുക്കടോ. പാപങ്ങൾ പൊറുക്കാനുള്ള അഞ്ചാമത്തെ വഴിയായി മുത്തുനബിയാ പറഞ്ഞു തരുന്നത് നിസ്കാരപ്പായിലിരുന്നോ. ഇരിക്കുന്ന സമയമത്രയും അല്ലാഹുവിന്റെ മലക്കുകൾ നിനക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം